എല്ലാവർക്കും നമസ്കാരം. പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ജാപ്പനീസ് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട എക്സാമിനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് എക്സ്പ്ലനേഷനാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. വേറെ പ്രത്യേകിച്ച് അടങ്ങുന്നില്ല. അപ്പോൾ ആദ്യത്തെ എക്സാം JLPT ആണ്, ജാപ്പനീസ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ്. ഒരു വർഷത്തിൽ 2 തവണയാണ് നടക്കുന്നത്, ജൂലൈയിലും ഡിസംബറിലും. മെയിൻ എക്സാം ഉണ്ടാവും. അപ്പോൾ ഏത് ജോലിക്ക് അപ്ലൈ ചെയ്താലും, നിങ്ങൾ ഏത് സൈറ്റിൽ അപ്ലൈ ചെയ്താലും ഏറ്റവും ആദ്യം ചോദിക്കുക JLPT ഉണ്ടോയെന്നാണ്. 5 ലെവലാണുള്ളത്: N5, N4, N3, N2, N1. N5 ആണ് ബേസ് ലെവല്. അങ്ങനെ 5 ലെവലാണ് വരുന്നത്. അപ്പോൾ ജൂലൈക്കുള്ള രജിസ്ട്രേഷൻ ഏകദേശം ഏപ്രിലൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഒരു ഓഗസ്റ്റ് അവസാനം സെപ്റ്റംബർ ആകുമ്പോൾ ഡിസംബറിലേക്കുള്ളതും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ സെൻറ്റർ വരുന്നത് കേരളത്തിലവിടെ ഇല്ല. ചെന്നൈയിലും ബാംഗ്ലൂര്, ചെന്നൈ ബാംഗ്ലൂരും പിന്നെ നോർത്തിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നോർത്തിലുണ്ട്. നമുക്ക് നിയറസ്റ്റ് ചെന്നൈ ആയിരിക്കും കേട്ടോ. അതാണ് ആദ്യത്തെ എക്സാം. പിന്നെ അടുത്തത് JFT ബേസിക് ആണ് കേട്ടോ. JFT ബേസിക് എന്ന് പറഞ്ഞാൽ ജപ്പാൻ ഫൗണ്ടേഷൻ ടെസ്റ്റ് ഫോർ ജാപ്പനീസ് ലാംഗ്വേജ്. JFT ബേസിക് അത് പ്രോമെട്രിക്കിൻ്റെ ആണ്. ഇപ്പോൾ നിങ്ങൾ പുറത്തേക്ക് പോകുന്ന നേഴ്സുമാരായാലും, ഇപ്പോൾ സൗദി, ഈവൻ UAE, UK അതിൽ പോകുന്നവരൊക്കെ പ്രോമെട്രിക്കിൻ്റെ എക്സാം ചെയ്യുന്ന പോയില്ലേ, അത് സെയിം സാധനം പ്രോമെട്രിക്കിൻ്റെ ആണത്. അത് ആകെ നിയറസ്റ്റ് സെൻറ്റർ വരുന്നത് ബാംഗ്ലൂരാണ് കേട്ടോ. വൈറ്റ് ഫീൽഡ്, പ്രസ്റ്റീജ് ടവർ, ശാന്തി നികേതൻ, ടവർ B എന്ന് തോന്നുന്നു. അപ്പം അത് ഒരു CBT ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. അത് കഴിയുമ്പോൾ തന്നെ അപ്പം തന്നെ റിസൾട്ട് വരും. അതുകൊണ്ട് അധികം ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. പൊട്ടി കഴിഞ്ഞാൽ അപ്പം അറിയും, ജയിച്ച് കഴിഞ്ഞാൽ അപ്പം അറിയും. പാസിംഗ് പെർസെൻറ്റേജ് കൂടുതലാണ് കേട്ടോ, 80%. അത് 250-ൽ 200 വേണം പാസ്സാവാനായിട്ട്. അതുകൊണ്ടാണ് JFT എല്ലാവർക്കും ടഫാന്ന് പറയുന്നത്. JFT മെയിനായിട്ട് വേണ്ടത്, ഇപ്പോൾ സ്കിൽഡ് വർക്കർ എന്ന് പറഞ്ഞൊരു വിസ കാറ്റഗറി വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചൊരു 5-6 കൊല്ലമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ സ്പെസിഫിക് ഓരോ സ്കിൽഡ് വർക്കർ എന്ന് പറഞ്ഞാൽ വിസയിലേക്ക് വരുന്നവർക്കാണ് ആ എക്സാം കേട്ടോ. അപ്പോൾ അത് ഇപ്പോൾ അഗ്രികൾച്ചർ ആണെങ്കിൽ JFTയുടെ A2 വേണം. പിന്നെ അഗ്രികൾച്ചർ സ്കിൽ അസസ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞ് അതും സെയിം സെൻറ്റർ തന്നെ കേട്ടോ, അതും വേണം. കുറച്ച് എക്സ്പെൻസീവ് ആണ് കേട്ടോ JFTയുടെ എക്സാം. പ്രോമെട്രിക്കിൻ്റെ എക്സാം എല്ലാം കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഒരിക്കൽ തോറ്റു കഴിഞ്ഞാൽ 45 ദിവസത്തേക്ക് പിന്നെ എഴുതാൻ പറ്റില്ല. ഇത്രയൊക്കെയാണ് JFT. പിന്നെ അടുത്ത് വരുന്നത് NAT കേട്ടോ, നിഹോങ്കോ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. എല്ലാ 2 മാസം കൂടുമ്പോഴും ഒരിക്കൽ ടെസ്റ്റ് ഉണ്ട്. ചെന്നൈയിലാണ് നിയർ ബൈ സെൻറ്റർ വരിക. അത് ഏകദേശം JLPT പോലെ തന്നെയാണ്. 5 ലെവലാണുള്ളത്: Q5, Q4, Q3, Q2, Q1. അങ്ങനെയാണ് അതിൻ്റെ ലെവൽസ് വരുന്നത്. ഇപ്പം ഞാൻ വന്നിരിക്കുന്ന TATP വിസയ്ക്കൊക്കെ NAT മതി കേട്ടോ. പിന്നെ നമുക്കും കൺവീനിയൻ്റ് അതല്ലേ, അതായത് 2 മാസത്തിൽ ഒരിക്കൽ പറയുമ്പോൾ, മറ്റേത് കൊല്ലത്തിൽ 2 വട്ടമുള്ളൂ, ഇത് കൊല്ലത്തിൽ ഒരു 6 വട്ടം ഉണ്ടാവും. പക്ഷെ ഞാൻ എഴുതി കഴിഞ്ഞ പിന്നെ എനിക്ക് എല്ലാ മാസവും മെയിൽ വരും, 2 മാസം കൂടുമ്പോൾ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നവരെ ഇപ്പോൾ എല്ലാ മാസം നടത്തണമെന്ന് തോന്നുന്നു. ഇപ്പോൾ എല്ലാ മാസം മെയിൽ വരുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനായിരിക്കും. Q5 ജസ്റ്റ് ജപ്പാനിലേക്ക് ഒരു എൻട്രിക്ക് വേണ്ടിയിട്ട് NAT Q5 സെയിം ആണ്, JLPT പോലെ തന്നെയാണ്. മറ്റേ ബബ്ലിംഗ് ആണ് JLPT ആയാലും NAT ആയാലും. അത് മെയിനായിട്ട് സ്റ്റുഡൻസ്, പിന്നെ ഇതേപോലെ ജസ്റ്റ് എൻട്രി വിസ, ബേസിക് ജോബ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് NAT വരിക. NAT N5 എഴുതുന്നതായിരിക്കും നല്ലത്. അതിൽ കൂടുതൽ എഴുതി കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. ഒരു N4 എന്ന് പറയുമ്പോൾ അതെന്നാലും JLPT തന്നെയാണ് നല്ലത്. പിന്നെ ഇപ്പോൾ ഒരു പുതിയത് പറഞ്ഞ് വന്നിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഞാൻ എഴുതിയായിരുന്നു JOT എന്ന് പറഞ്ഞിട്ട്, ജാപ്പനീസ് ഓൺലൈൻ ടെസ്റ്റ്. അത് JFT പോലെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. ഓൾമോസ്റ്റ് ഇപ്പോൾ ഈ ജാപ്പനീസ് വിസ ചെയ്യുന്ന എല്ലാ ഏജൻസിക്കാർക്കും അതിൻ്റെ ആക്സസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഏജൻസിയിലൊക്കെ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ട്രയൽ കിട്ടിയായിരുന്നു. അതും ടെസ്റ്റാണ്. പക്ഷേ നിലവിലതൊരു ക്വാളിഫിക്കേഷനായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതാണ് ഈ 4 എണ്ണമാണ് മെയിനായിട്ട് വരുന്ന എക്സാം. അതിൽ JLPT ആണ് മെയിൻ. കുറേ എണ്ണം ഉണ്ടെങ്കിലും ഇവനാണ് മെയിൻ എന്ന് പറയില്ല, അതുപോലെയാണ് JLPT ആണ് മെയിൻ. കൊല്ലത്തിൽ 2 വട്ടമാണ്, 5 ലെവലാണുള്ളത്. ഏത് സൈറ്റിൽ കയറിയാലും JLPT ഉണ്ടെന്നാണ് ചോദിക്കുക. ഇവിടെയാണ് എല്ലാ നാഷണാലിറ്റി എഴുതുന്ന ഒരു എക്സാം കൂടിയാണ് കേട്ടോ അത്. കുഴപ്പമില്ല. ഒരു 6 മാസമൊക്കെ നമ്മൾ പഠിക്കേണ്ടടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ 6 മാസം കൊണ്ടൊക്കെ ഒരു N4 ലെവൽ ഞാൻ N4 ക്ലിയർ ചെയ്തതാണ്. പാസിംഗ് സ്കോർ 180-ൽ ഒരു 90. അത് പേപ്പറിൻ്റെ ടഫ്നെസ് അനുസരിച്ച് പാസിംഗ് സ്കോർ മാറിക്കൊണ്ടിരിക്കുമെന്നാണ് ആദ്യം ഉണ്ടായിരുന്നത്.
പിന്നെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കൊല്ലം തൊട്ടത് 90 ഫിക്സ് ചെയ്തു, അങ്ങനെ എന്താണ് എൻ്റെ ഓർമ്മ. അങ്ങനെ നേറ്റാണെങ്കിലും പാസിങ് സ്കോർ സെയിം ആണ് കേട്ടോ. 180 ഒരു 90 അബോവ് കിട്ടിക്കഴിഞ്ഞാൽ പാസ്സായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എക്സാംസ്. പിന്നെ ജെ എഫ് ടി ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലെവൽ ഞാൻ പറഞ്ഞില്ല അല്ലേ. A1 A2 B1 B2 അറിയാം. ഇപ്പോൾ ജർമ്മൻ പഠിക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ സെയിം ആണ്. A2 ഉണ്ടെങ്കിൽ അതായത് A2 JLPT N4 ഈക്വലൻ്റ് ആണെന്നാണ് പറയണത്. അപ്പോൾ ഈ 4 എക്സാം ഞാൻ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയണത്. കമ്പാരിറ്റീവ്ലി JFT കുറച്ച് ടഫായിരിക്കും കമ്പാരിറ്റീവ്ലി JLPTനേക്കാളും, കാരണം പാസിങ് സ്കോർ കൂടുതലായതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്യുമെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. വേറെ വീഡിയോ ആയിട്ട് കാണാം.